ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ കമ്പനി ബോർഡ് LGS, LDC തുടങ്ങി എല്ലാ PSC എക്സാമിന് എല്ലാം ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളുടെ ക്ലാസ്സാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളം രൂപീകൃതമായത് എപ്പോഴാണ്? 1956 നവംബർ 1 കേരളം രൂപീകൃതമായത്. കേരളം രൂപീകൃതമായപ്പോൾ അതിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളായിരുന്നു കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ മലബാർ എന്നുള്ള ഒരു ജില്ല ഇല്ല അല്ലേ. ഇപ്പോൾ 14 ജില്ലകൾ വെച്ച് നോക്കിയാൽ 14 ജില്ലകളിൽ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് കോട്ടയം എന്ന് പറയുന്നത്. കോട്ടയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ചോദ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ല ഏതാണ്? അതായത് സമുദ്രാതിർത്തി പങ്കിടാത്തതും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരം വരുന്നത് കോട്ടയം എന്നതാണ്. അപ്പോൾ കോട്ടയത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ലയാണ്, സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് എന്തെന്ന് പറയുന്നത്? കോട്ടയം എന്ന് പറയുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളായി അതിർത്തി പങ്കിടാത്ത വേറെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയും കോഴിക്കോടും കൂടി ഉണ്ടെങ്കിൽ കൂടി അവർക്ക് എന്തുണ്ട്? സമുദ്രാതിർത്തി ഉണ്ട് അല്ലേ. എന്നാൽ കോട്ടയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ലയാണ് എന്ന് പറയുന്നത് കോട്ടയം എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളം ഇന്ത്യയുടെ ഏതു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ആയിട്ടാണ് കേരളത്തിൻ്റെ സ്ഥാനം കിടക്കുന്നത്. ഇനി കേരളത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 വടക്ക് മുതൽ 30 എന്ന് ഉദ്ദേശിച്ച സെക്കൻഡാണ്. മിനിറ്റ്, സെക്കൻഡ് എന്നിങ്ങനെയാണ് നമ്മൾ അക്ഷാംശവും രേഖാംശവും പറയാം. അപ്പോൾ 8 ഡിഗ്രി 17 മിനിറ്റ് 30 വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 വടക്ക് വരെയാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? 8 ഡിഗ്രി 17 മിനിറ്റ് 30 വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 വടക്ക് വരെയാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം. ഇനി കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി 27 മിനിറ്റ് 47 കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 കിഴക്ക് വരെയാണ് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 8, 17, 30, 12, 47, 40 അതുപോലെ 74, 27, 47, 77, 37, 12 എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പം അതുപോലെ ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നാണ്. ഇനി ഇന്ത്യൻ യൂണിയനിലെ ആകെ വിസ്തൃതിയിൽ കേരളം എത്ര ശതമാനമാണ്? ആകെ വിസ്തൃതിയിൽ കേരളത്തിൻ്റെ വലിപ്പം എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1.18% ആണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18% കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ാം സ്ഥാനമാണ്. എത്ര സ്ഥാനമാണ്? 21ാം സ്ഥാനമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് പറഞ്ഞാൽ അത് 13ാം സ്ഥാനമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ്, വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ 21ാം സ്ഥാനം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 13ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ 1.18% ആണ്. ഇനി കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ, അതുപോലെ 590 കിലോമീറ്റർ എന്നും PSC ഉത്തരമായി കണക്കാക്കാറുണ്ട്. അപ്പോൾ 580, 590 എന്നുള്ള ലെവലിൽ പഠിച്ചു വെക്കാം. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. ഇനി കേരളത്തിൻ്റെ അതിർത്തികൾ, ഈ ചിത്രം നോക്കിയാൽ നമുക്ക് അതിർത്തികൾ കാണാൻ പറ്റും അല്ലേ. കേരളത്തിൻ്റെ തെക്ക് കിഴക്കായിട്ട് വരുന്ന ഏതാണ്? തെക്ക് കിഴക്കായിട്ട് വരുന്നത് തമിഴ്നാടാണ്. കാരണം കേരളത്തിൻ്റെ താഴ്ഭാഗത്തേക്കും ഉണ്ടല്ലേ. തെക്ക് ഭാഗത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മൾ തമിഴ്നാട് വരും. കണ്ട, കേരളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്ത് വന്നിട്ടുണ്ട്? തമിഴ്നാട് വന്നിട്ടുണ്ട്. അപ്പോൾ തെക്ക് കിഴക്കായിട്ടാണ് തമിഴ്നാടിൻ്റെ സ്ഥാനം. ഇനി വടക്ക് കിഴക്കായിട്ട് ഇവിടെ കർണാടക വടക്കും കിഴക്കുമായിട്ടാണ് കിടക്കുന്നത്. വടക്ക് കിഴക്കായിട്ട് ഉള്ള അതിർത്തി എന്ന് പറയുന്നത് ഏതാണ്? കർണാടകയാണ്.
ഇനി പടിഞ്ഞാറ് വന്നിട്ട് പടിഞ്ഞാറ് അറബിക്കടലാണ്. അറബിക്കടൽ കൂടാതെ ഒന്നും കൂടിയുണ്ട്. അതെന്താണ് ചോദിച്ചാൽ അത് മാഹിയാണ്. മാഹി എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയുടെ പ്രദേശമാണ്. മാഹി എന്ന് പറയുന്നത് എന്താണ്, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി അത് പോണ്ടിച്ചേരിയുടെ പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് മാഹി എന്ന് പറയുന്നത്. മാഹിയുടെ 3 വശത്തെ കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയുമായിട്ടും ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് മാഹി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാഹി നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കൂടി കേരളത്തിൻ്റേതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പടിഞ്ഞാറ് അതിർത്തി പറയുമ്പോൾ അറബിക്കടലിൻ്റെ കൂടെ മാഹിയെയും ചേർക്കുന്നത്. പിന്നെ കിഴക്ക് പശ്ചിമഘട്ടമാണ് നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അതിർത്തികളെ കുറിച്ച് നോക്കാം. തമിഴ്നാട് കർണാടക അതിർത്തികൾ. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, ഈ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഒന്ന് മാത്രം ഉള്ളത്, അത് വയനാടാണ്. തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്, കർണാടകയായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ താലൂക്ക് ചോദിച്ചാലോ സുൽത്താൻ ബത്തേരിയാണ്. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നൂൽപ്പുഴയാണ്. അപ്പോൾ വയനാടാണ്. ആകെ ഒരു ജില്ല വയനാട് മാത്രമല്ല. അപ്പം താലൂക്ക് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് അതുപോലെ വയനാട്ടിലെ നൂൽപ്പുഴയാണ് എന്നും കൂടി ഓർത്ത് വെക്കാം. 2 സംസ്ഥാനങ്ങളുമായി മാത്രമാണ് പറഞ്ഞത്. 2 സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നത് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി കർണാടകയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, വയനാട്. അപ്പം നമ്മൾ ഓർഡറിൽ പഠിക്കൂലേ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്. അപ്പോൾ ആ ഓർഡർ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ മതി. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളുടെ പേര് കിട്ടും. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, വയനാട് എന്നിവ. ഇനി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ചോദിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തിനൊക്കെ മാറ്റാം? കാസർഗോഡിനെ മാറ്റാം, അതുപോലെ കണ്ണൂരിനെ മാറ്റാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ജില്ലകളുമായി മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞില്ലേ, കോട്ടയത്തെയും മാറ്റാം. അപ്പോൾ ബാക്കി ആരൊക്കെയുണ്ട്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നിവരൊക്കെയാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലയായ ആലപ്പുഴയും കോഴിക്കോടും കൂടിയുണ്ട്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് എന്നിവയാണ്. അതിർത്തി പങ്കിടാത്ത സംസ്ഥാനങ്ങളുമായി സമുദ്രാതിർത്തി ഇല്ലാത്തതുമായ ജില്ല ചോദിക്കുകയാണ് പറഞ്ഞാൽ അതേതാണ്? അത് കോട്ടയമാണ്. അതുപോലെ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല ചോദിച്ചു പറഞ്ഞാൽ അത് വയനാടാണ്. ഇനി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ചോദിച്ചു പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നിവയാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവയാണ്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ല എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് മാഹിയും അറബിക്കടലുമാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു മാഹി സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരിയുടെ ഒരു ഭാഗമാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരിയുടെ ഒരു ഭാഗമാണ്. മാഹിയുടെ 3 വശവും എന്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു? കണ്ണൂർ ജില്ലയും ഒരു വശം കോഴിക്കോട് ജില്ലയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നും പറഞ്ഞു. ഇനി ജില്ലകളുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ ജില്ലയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ക്ലാസ്സുകളുണ്ടാവും. ഓക്കെ, കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്ര ആയിരിക്കാം? 14 ജില്ലകളിലുള്ളത്. അപ്പോൾ ബാക്കി 5 ജില്ലകൾക്കായിരിക്കാം കടൽ തീരമില്ലാത്തത്. അപ്പോൾ നമ്മൾ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ പേര് പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളവയൊക്കെ എന്താണ്? കടൽ തീരമുള്ളവയാണ്. അടുത്തതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതൊക്കെയാണ്? അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ടത് ഏതാണ്? കോട്ടയമാണ് അല്ലേ. കടൽ തീരമില്ല, സംസ്ഥാനങ്ങളുമായി ബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ പാലക്കാട് ഏറ്റവും ചൂട് കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാടിനും കടൽ തീരമില്ല. അതുപോലെ വയനാട് ഒരു മലനാട്ട് ഭൂപ്രകൃതിയിൽ പെടുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. വയനാട്ടിനും ഇല്ല, അതുപോലെ ഇടുക്കിക്കും ഇല്ല, പത്തനംതിട്ടയ്ക്കും ഇല്ല. അപ്പോൾ ഏതിനൊക്കെയാണ് കടൽ തീരമില്ലാത്തത്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരമില്ല. അപ്പോൾ കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയായിരിക്കാം? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ,
എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയ്ക്കൊക്കെ എന്തുണ്ട്? കടൽ തീരം ഉള്ള ജില്ലകളാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നിവയാണ്. കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകളൊക്കെ ഏതൊക്കെ ജില്ലയാണ്? നമ്മുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ലയും ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ലയും കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നുള്ളൂ അല്ലേ. ബാക്കി ജില്ലകളായിട്ട് അതിർത്തി പങ്കിടില്ല. ഏതൊക്കെയാണത്? കാസർഗോഡും തിരുവനന്തപുരവുമാണത്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇനി നമുക്ക് കേരളത്തിലെ ജില്ലകളെ അല്ലെങ്കിൽ കേരളത്തിലെ തെക്ക് വടക്ക് ഉള്ള ജില്ല, കോർപ്പറേഷൻ, ലോക്സഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലം, താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, ഗ്രാമം എന്നിവയുടെ പേര് നോക്കാം. കേരളത്തിലെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം, വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്, തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം, വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ, തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം, വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്, തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര, വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള, വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഏത് കുറവേത് നോക്കാം. ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണ്? മലപ്പുറം. ജനസംഖ്യ കുറവുള്ള ജില്ലയോ? വയനാട്. അവിടെ നിറയെ കാടാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ജനങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഫുള്ള് കാട്ടിൽ നമ്മൾ ജനങ്ങൾ താമസിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി ജനസംഖ്യ കൂടുതലുള്ള താലൂക്ക് ഏതാണ്? കോഴിക്കോട്. ജനസംഖ്യ കുറവുള്ള താലൂക്കോ? മല്ലപ്പള്ളി. ഇനി ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ആണ്. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസ് ആണ് ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ്. ജനസംഖ്യ കുറവുള്ള വില്ലേജും ഇടുക്കിയിൽ തന്നെയാണ്. അത് മ്ലാപ്പാറയാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ നഗരവാസികളുള്ള ജില്ല എറണാകുളമാണ്. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ നഗരവാസികളുള്ള ജില്ല എറണാകുളമാണ്. ശതമാനാടിസ്ഥാനത്തിൽ കുറവ് നഗരവാസികളുള്ള ജില്ല വയനാടാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറവുള്ള ജില്ല പത്തനംതിട്ടയാണ്. അപ്പം ജനസംഖ്യ കൂടുതലുള്ള മലപ്പുറത്ത് തന്നെയാണ് ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതലുള്ളത്. പക്ഷെ വളർച്ചാ നിരക്ക് കുറവുള്ള ജില്ല ചോദിച്ചാൽ വയനാടാണ്. എന്നാൽ നിരക്ക് കുറവുള്ള ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. ഇനി ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ജനസാന്ദ്രത കുറവുള്ള ജില്ല ഇടുക്കിയാണ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടാണ്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. പട്ടികവർഗ നിരക്ക് കൂടുതലുള്ള ജില്ല വയനാടാണ്. പട്ടികവർഗ നിരക്ക് കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. വയനാട് നമ്മൾ നേരത്തെ കാട് 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 എന്ന് പറഞ്ഞില്ലേ, അതായത് അവിടെ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് അവിടെ എന്തുള്ള ജനസംഖ്യ ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പട്ടികവർഗക്കാർ കൂടുതലായിട്ട് എവിടെ ഉണ്ടാവുക? കാട്ടിലൊക്കെ അല്ല ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. പട്ടികവർഗക്കാർ കൂടുതലുള്ളത് വയനാടാണ്. പട്ടികവർഗക്കാർ കുറവുള്ളത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. പട്ടികവർഗ നിരക്ക് കൂടുതലുള്ളത് എവിടെയാണ്? വയനാടാണ്. പട്ടികവർഗ നിരക്ക് കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തിരുവനന്തപുരമാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റി ആലുവയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറത്തെ ഏറനാടാണ്. കേരളത്തിലെ ചെറിയ താലൂക്ക്, ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലത്തിലെ കുന്നത്തൂറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലത്തിലെ കുന്നത്തൂറാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എന്ന് പറയുന്നത് 3 ജില്ലകളൊക്കെയാണ്. 7 താലൂക്കുകളാണ് ഈ 3 ജില്ലയിലുള്ളത്. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ എന്നിവയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല. 7 താലൂക്കുകളാണുള്ളത്. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ. കേരളത്തിലെ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഏറ്റവും കുറവ് താലൂക്ക് വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. ആദ്യ പട്ടണമാണ് കോട്ടയം. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം. അപ്പോൾ പട്ടണവും മുനിസിപ്പാലിറ്റിയും ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പാലിറ്റി, പട്ടണം എന്നിവയെല്ലാം ചോദിച്ചാൽ അതേതാണ്? കോട്ടയമാണ്. ജില്ല ചോദിച്ചു പറഞ്ഞാൽ എറണാകുളമാണ്. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നതാണ്. കാരണം നമ്മൾ കൂടുതലായിട്ട് കോട്ടയം എന്ന് കേട്ടതുകൊണ്ട് ജില്ല ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ചാടിക്കറി കോട്ടയം എന്ന് കുത്താൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ജില്ല എറണാകുളമാണ്. പട്ടണം, മുനിസിപ്പാലിറ്റി എന്നിവ ചോദിച്ചാലാണ് നമ്മൾ എന്തെഴുതേണ്ടത്? കോട്ടയം എഴുതേണ്ടത്. പിന്നെ സംസ്ഥാനം നമുക്കറിയാം, അത് കേരളമാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏതാണ്? പയ്യന്നൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. അപ്പോൾ അതും കൺഫ്യൂഷൻ ആവരുത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ എറണാകുളം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരുമാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഔദ്യോഗിക തവള പാതാള തവളയാണ്. ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത് അശോക സ്തംഭത്തിൽ ഇരുവശത്തുമായി നിൽക്കുന്ന ആനകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും ബാക്കി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.